അവസാന നിമിഷങ്ങൾ നിർണായകമാണ്. റമളാനിലെ അവസാനത്തെ ദിവസങ്ങളും സന്ദർഭങ്ങളും സെക്കൻഡുകളും നിർണായകമാണ്. ആ നിർണായകമായ സെക്കൻഡുകൾ മാത്രം മതിയാകും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാരുണ്യം കാണിക്കാൻ. നമ്മുടെ ഇഖ്ലാസ് അത് റെഡിയാണെങ്കിൽ, നമ്മുടെ നിയ്യത്ത് റെഡിയാണെങ്കിൽ, നമ്മളുടെ മനസ്സിലെ ചിന്തകൾ ശരിയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകും. അതുകൊണ്ട് നിരാശപ്പെടാതെ പ്രവർത്തിക്കണം. ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിക്കുന്ന അടിമകളെ അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്ന റജുല, ഒരു വ്യക്തി ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, അയാൾ നരകത്തിന്റെ ആളുകളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഉൻ, അയാൾക്കും നരകത്തിനും ഇടക്ക് ഒരു ചാൺ മാത്രം ബാക്കിയാവുന്ന സന്ദർഭം. ഫയസ്ബിഖു അലൈഹിൽ കിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്നതി ഫയദ്ഖുലുൽ ജന്ന. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കണക്കാക്കിയ രൂപത്തിലുള്ള ആ കിതാബ് അത് അയാളെ മറികടക്കുകയും അങ്ങനെ സ്വർഗ്ഗക്കാരന്റെ പ്രവൃത്തി അയാൾ കാഴ്ചവെക്കുകയും, കാരണം ആ വ്യക്തി നല്ല മനസ്സോടുകൂടി സ്വർഗ്ഗക്കാരന്റെ പ്രവൃത്തി ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അങ്ങനെ അയാൾ സ്വർഗ്ഗക്കാരന്റെ പ്രവൃത്തി കാഴ്ചവെക്കുകയും ഫയദ്ഖുലുൽ ജന്ന, അങ്ങനെ ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, ഇവിടെ നരകത്തിനും അയാൾക്കും ഇടയിൽ ഒരു ചാൺ മാത്രമേ അകലമുണ്ടായിരുന്നുള്ളൂ. അത്രയും തിന്മയിലായിരുന്നു, തെറ്റുകളിലായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഖേദമുണ്ടായി, തൗബ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായി, നിലപാടുകൾ മാറ്റി തീർക്കണമെന്ന ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം മാത്രമല്ല, നിരാശയില്ലാതെ ആ അവസാന സന്ദർഭത്തെ ആ വ്യക്തി ഉപയോഗപ്പെടുത്തി സ്വർഗ്ഗക്കാരന്റെ പണിയെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിൽ നിന്ന് ഒരു ചാൺ അകലെയാണെങ്കിൽ പോലും ആ നരകത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തി അയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരികയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ശ്രദ്ധേയമായൊരു വാക്കുണ്ട്, വ ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, നിശ്ചയമായും പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അവസാനത്തിൽ എന്താണോ ഒരാൾ ചെയ്യുന്നത് അതനുസരിച്ചാണ്. കാരണം ഇതേ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വ ഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഉൻ ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലുൻ നാർ. ഒരു വ്യക്തി സ്വർഗ്ഗക്കാരന്റെ പണി എടുത്തുകൊണ്ടേയിരിക്കും. അവസാനം അയാളും സ്വർഗവും തമ്മിൽ ഒരു ചാൺ മാത്രം അകലം ബാക്കി നിൽക്കെ ആ വ്യക്തി നരകക്കാരന്റെ പണിയെടുത്ത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. റമദാൻ അവസാനമായില്ലേ, അതുകൊണ്ട് ഇബാദാത്തുകളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവസാന 10 ദിവസങ്ങളിലും ഇനി 27 കഴിഞ്ഞാലും സൽക്കർമ്മങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന, തെറ്റുകൾ ഉദ്ദേശിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. നാമും സ്വർഗവും തമ്മിൽ ഒരു ചാൺ അകലം മാത്രം ബാക്കി നിൽക്കെ ഹറാമുകൾ ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന, സത്യനിഷേധത്തിലേക്ക് പോയിക്കൊണ്ട് നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇന്നമൽ അഅമാലു ബിഖവാതീമിഹ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു പരിഗണിക്കുന്നത് അത് അവസാനിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ്. പലർക്കും തുടക്കത്തിൽ വലിയ ആവേശമുണ്ടാകും, എന്നാൽ അവസാനിക്കുമ്പോൾ ഈ ആവേശം കാണുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കൂ, നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ 10 ദിവസങ്ങളിലായിരുന്നു മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ അധ്വാനിച്ചിരുന്നത്. കൂടുതലായി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവസാനത്തിൽ അധ്വാനിക്കുക, ആ സമയത്ത് പുറകോട്ട് പോവുകയല്ല വേണ്ടത്. അതേപോലെ തന്നെ ഇത്രയും ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോയ ആളുകളെ, നിങ്ങൾക്ക് കുറ്റബോധമുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണെങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് അവസാന നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദർ ഈ രാത്രികളിലെല്ലാം റമളാൻ അവസാനിക്കുന്നത് വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ റമളാനിന്റെ പുണ്യവും നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, ചില സംഭവങ്ങൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വിദൂര ദിക്കിൽ നിന്ന് വരികയാണ്. വലിയ യാത്ര ചെയ്താണ് അദ്ദേഹം വരുന്നത് എന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഫഅൈന തുരീദ്, താങ്കൾ എങ്ങോട്ടാണ് യാത്ര ചെയ്ത് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഉരീദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. നോക്കൂ, നിങ്ങൾ വിദൂരമായ ഒരു നാട്ടിൽ നിന്ന് പ്രവാചകനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖദ് അസബ്തുഹു, താങ്കൾ ആ പ്രവാചകന്റെ അടുക്കൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി മൽ ഈമാൻ, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഈമാൻ എന്താണ് എന്ന് പറഞ്ഞു തരണം. അപ്പോൾ സത്യവിശ്വാസം എന്താണ്, ഇസ്ലാം എന്താണ് എന്നറിയാത്തൊരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമുസ് സ്വലാ വ തുഅ്തിസ് സക്കാ വ തസൂമു റമദാൻ വ തഹജ്ജുൽ ബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. 5 വക്ത് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമാത്തുകൾ, ഷഹാദയുടെ കലിമാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഖദ് അഖറർതു, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഇസ്ലാം കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ ആ വ്യക്തി അംഗീകരിച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ആ ഹദീസ് നമുക്ക് കാണാം, ആ ഒട്ടകം അതിൻ്റെ കാല് എവിടെയോ കുടുങ്ങുകയും ആ ഒട്ടകം മറിഞ്ഞു വീഴുകയും ചെയ്തു. ആ ഒട്ടകത്തിന്റെ അടിയിൽ ഈ മനുഷ്യൻ പെട്ടുപോയി. അങ്ങനെ ഇദ്ദേഹവും തൊട്ട് ഉടനെ തന്നെ മരണപ്പെടുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖുബിദ റജുൽ, അള്ളാഹുവിന്റെ റസൂലെ, ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു, ഒട്ടകത്തിന്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പനേരം ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് മാറി നിന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്നി റഅയ്തു മലക്കൈനി യദുസ്സാനി ഫീഹി മിൻ സിമാരിൽ ജന്ന ഫഅലിംതു അന്നഹു മാത ജാഇഅ. 2 മലക്കുകൾ ഈ വ്യക്തിക്ക് സ്വർഗ്ഗത്തിലുള്ള പഴങ്ങൾ ആ വ്യക്തിയെ ഭക്ഷിപ്പിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം വിശപ്പ് ഉള്ളവനായിക്കൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ആ വ്യക്തി
വളരെ നിമിഷ നേരം കൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുവരെ അദ്ദേഹത്തിന് ഈമാൻ എന്താണ് എന്നറിയില്ല, ഇസ്ലാം എന്താണ് എന്നറിയില്ല. ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഒരു വക്ത് നമസ്കരിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല. അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ ആ മരണപ്പെട്ട ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ 2 മലക്കുകൾ ആ വ്യക്തിക്ക് നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. കാരണം വിശപ്പുള്ള ആളായിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അഥവാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദിന്റെ കലിമാത്തുകൾ, വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ അത് പുതുക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്റുകളൊക്കെ അർത്ഥമറിഞ്ഞുകൊണ്ട് നാം ചൊല്ലുകയും ഒരു നിലക്കും നമ്മളുടെ വിശ്വാസത്തിൽ ശിർക്ക് നാം കലർത്താതിരിക്കുകയും ചെയ്താൽ ആ നിമിഷ നേരങ്ങൾ മതി നമുക്ക് സ്വർഗത്തിൽ പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഇതുപോലെയുള്ള ആളുകളെ കുറിച്ചാണ്. അല്ലാഹു പറഞ്ഞത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഒരു നിലക്കും ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, അഥവാ ഒരു നിലക്കും ശിർക്കില്ലാതെ. കാരണം നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഖദ് ഖറർതു, ഞാൻ ഇതിലെല്ലാം വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കലും തിന്മയിലേക്ക് പോകാനോ ഒന്നും അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടില്ല. അദ്ദേഹം മരണപ്പെടുകയാണ്. അതുപോലെ സത്യവിശ്വാസം സ്വീകരിച്ച് ഷിർക്കിൽ നിന്ന് മുക്തമായി തന്റെ അഖീദ, തന്റെ വിശ്വാസത്തെ നിരന്തരം മാറ്റുരച്ച് അതിൽ ഷിർക്കോ കുഫറോ നിഫാഖോ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അദ്കാറുകൾ, തൗഹീദിനെ സ്ഥാപിക്കുന്നതാണ് നമ്മുടെ അദ്കാറുകളെല്ലാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്, അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവനല്ലാതെ ആരാധ്യനില്ല, അല്ലാഹു അക്ബർ അവൻ ഏറ്റവും വലിയവനാണ്. ഇതൊക്കെ തൗഹീദിന്റെ ദിക്റുകളാണ്. ആ തൗഹീദിന്റെ ദിക്റുകൾ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലിയാൽ ആ അദ്കാറുകൾ മാത്രം മതിയാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ.